ഹലോ ഗൈസ്, ഇറ്റ്സ് മീ വിതൻ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളൊരു പുതിയ സ്മാർട്ട് ഗാഡ്ജറ്റ് ആണെന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇതാണ് നമ്മൾ പറഞ്ഞ പ്രോഡക്റ്റ്. നോയ്സ് എന്ന ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ColorFit PRO 2 എന്ന സ്മാർട്ട് വാച്ചാണ് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സ്മാർട്ട് വാച്ചിൻ്റെ ഫീച്ചേഴ്സ്, അൺബോക്സിങ്, പിന്നെ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ്, ഈ കാര്യങ്ങളൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ നമുക്ക് ഈ ചാനലിലൂടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബേസിക്കായിട്ട് ഇതിൻ്റെ ബോക്സാണ് ഈ കാണുന്നത്. ഈ ബോക്സ് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ ഇത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ പോകുന്നവരെ ഈ വീഡിയോ ദയവ് ചെയ്തത് വാങ്ങിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണുക. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയോടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ചാനൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ദയവായി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ് കാണുന്നതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമുക്ക് നേരെ നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോയേക്കാം. ഇത് ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകളിലാണ് മെയിനായിട്ടും ഇത് ലഭിക്കുന്നത്. 3500 രൂപ പ്രൈസിലാണ് നമുക്കിത് കിട്ടുന്നത്. ഓഫ്ലൈനായിട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് അത്ര ഐഡിയ ഒന്നുമില്ല. ഇത് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏകദേശം ബോക്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല പാക്കിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ColorFit PRO 2 എന്നുള്ള ബ്രാൻഡിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഹാർട്ട് റേറ്റ് മോണിറ്റർ, മൾട്ടി സ്പോർട്സ് മോഡ്, IP68 വാട്ടർ പ്രൂഫ്, 45 days ബാറ്ററി സ്റ്റാൻഡ് ബൈ, അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ കാണാം. അപ്പോൾ ഈ റിവ്യൂ നമ്മൾ വാച്ച് പർച്ചേസ് ചെയ്തതിന് ശേഷം ഒരു 10-90 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ്, പിന്നെ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചെറിയ കമ്പാരിസൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഈ രീതിയിലാണ് കാണാൻ പറ്റുന്നത്. നല്ലൊരു പാക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മറ്റുള്ള അതിൻ്റെ ഒരു യൂസർ മാനുവലൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഈ ഇതുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ ഒരു ചാർജിങ് കേബിൾ, അതൊരു മാഗ്നറ്റിക് കേബിളാണ്. USB കണക്ട് ചെയ്യാവുന്ന ടൈപ്പ്. അത് നമുക്ക് ഒന്നെങ്കിൽ ഒരു ഫോണിൻ്റെ ചാർജറോ അല്ലെങ്കിൽ പവർ ബാങ്കിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യും. ഈ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫുൾ ചാർജ് ചെയ്താണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ മെത്തേഡൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഞാനൊരു 90 ദിവസം അല്ലെങ്കിൽ ഒരു 3 മാസം ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റായിട്ട് ഇത് കാണുന്ന ഈ വാച്ചിൻ്റെ ഒരു സ്ട്രാപ്പ്, അതൊരു TPU സ്ട്രാപ്പാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 1.3 ഇഞ്ച് അല്ലെങ്കിൽ 3.3 സെൻറ്റിമീറ്റേഴ്സ് വരുന്ന ഒരു ഫുൾ IPS ഫുൾ ടച്ച് പാനലാണ് ഇതിനകത്ത് കാണുന്നത്. 240 പിക്സൽസ്, ആവറേജ് അത്യാവശ്യം ഒരു ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഈ ഡിസ്പ്ലേയുടെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് എല്ലാം ഈ വീഡിയോയുടെ മറ്റുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ ഹാർട്ട് റേറ്റ് മോണിറ്ററിൻ്റെ ഒരു സെൻസർ നമുക്ക് കാണാം. 210 mAh ബാറ്ററിയാണ്. ആവറേജ് ഒരാഴ്ച 1 വീക്ക് നമുക്കിത് സെൻസറെല്ലാം യൂസ് ചെയ്യാതെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 1 വീക്ക് ആവറേജ് ചാർജ് കിട്ടുന്നതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഈ സ്മാർട്ട് വാച്ചിന് ഒരു ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇതൊരു പോളികാർബണേറ്റ് ബോഡിയിലാണ് വാച്ച് വന്നിരിക്കുന്നത്, അല്ലാണ്ട് മെറ്റൽ ഫ്രെയിം ഒന്നുമല്ല. അതിൻ്റെ ചെറിയ ഡ്രോബാക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതായിരിക്കും. പക്ഷേ വില വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച് ആയതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓണായി കഴിയുമ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. 5 വാച്ച് ഫേസസാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും വരുന്നത്. അല്ലാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള വാച്ച് ഫേസസ് ഒന്നും വരുന്നില്ല. 5 ഫേസോളാണ് ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. പിന്നെ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഒരു സ്പ്രിങ് മെക്കാനിസം വെച്ചാണ് ഇതിൻ്റെ സ്ട്രാപ്പ് വാച്ചുമായിട്ട് ഇത് കണക്ട് ചെയ്യേണ്ടത്. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ആർക്കും ചെയ്യാവുന്നുള്ളൂ. ആ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ ഈ വാച്ച് യൂസ് ചെയ്തതിൻ്റെ ബേസിലുള്ള ചെറിയൊരു പ്രോസായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഗുണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് ഇതിൻ്റെ വരുന്ന ഒരു ലുക്കാണ്. നല്ല ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ വാച്ചിന് ലഭിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് അത്യാവശ്യം ആവറേജ് ഞാൻ പറഞ്ഞില്ല 1 വീക്ക് ആവറേജ് ബാറ്ററി ലൈഫ് നോർമൽ യൂസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ്, അത് നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെയാണ്. 210 mAh ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ ലഭിക്കുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്.
പിന്നെ ചാർജിങ് ടൈം, ഒരുപാട് ചാർജിങ് ടൈം ഒന്നും ഈ വാച്ചിന് എടുക്കുന്നില്ല. ഏകദേശം 2 അവേഴ്സിനുള്ളിൽ ഈ വാച്ച് ഫുൾ ചാർജ് ആവുന്നതാണ്. അതിലും വേറെ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി ചെറിയ കോൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മെയിനായിട്ടും ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. ഇതിൻ്റെ കോൺസായിട്ട് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഒന്ന് ഇതിൻ്റെ വിസിബിലിറ്റി. ഔട്ട്ഡോർ കണ്ടീഷനിൽ ഇതിൻ്റെ വിസിബിലിറ്റി ചില സമയങ്ങളിൽ വളരെ മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്കറിയാം അത് അത്ര ആക്യുറേറ്റ് ഒന്നുമല്ല. പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി. ഇതിൻ്റെ സൈഡിൽ പ്ലാസ്റ്റിക് പാനലായതുകൊണ്ട് ഇതിൻ്റെ പെയിൻറ്റിങ് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും കറക്റ്റായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ആ കൂട്ടത്തിൽ നിന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യമാണ്, ഇതിൻ്റെ അകത്ത് ഗൊറില്ല ഗ്ലാസ് അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്ക്രാച്ച് വിടാൻ എളുപ്പം ചാൻസ് ഉണ്ട്. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ 1-2 പ്രാവശ്യം എനിക്ക് നോട്ട് ചെയ്ത മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചില സമയത്ത് കുറേ നാൾ യൂസ് ചെയ്തതിന് ശേഷം ഓണാക്കുമ്പോൾ ചെറിയൊരു ലാഗ് നമ്മുടെ ഈ വാച്ച് ഫേസിൽ നിന്ന് മറ്റുള്ള ഇതിലേക്ക് പോകുമ്പോൾ ഒരു ബ്ലാങ്ക് ഡിസ്പ്ലേ വന്നതായിട്ട് കുറച്ച് ഫീൽ ചെയ്തു. പിന്നെ സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കുമ്പോഴാണത് ഷട്ട് ഡൗൺ ചെയ്ത് ഓണാക്കുമ്പം നേരെയായി വരുന്നതായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ നനഞ്ഞു കഴിഞ്ഞ്, അതായത് ഇത് വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞാലും ഇത് നനഞ്ഞു കഴിഞ്ഞ് അപ്പം തന്നെ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ സ്പാർക്ക് പോലെയൊക്കെ ഉള്ളിൽ ഒരു സൗണ്ട് കേട്ടതൊക്കെ ആയിട്ട് എനിക്ക് ചെറിയ ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ചെറിയ കോൺസെപ്റ്റ് ഇത്ര നാളും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ. ഇനി ഈ വാച്ച് നമുക്ക് മറ്റുള്ള ഈ വിലയ്ക്ക് കിട്ടുന്ന സ്മാർട്ട് വാച്ചുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 3000 രൂപയ്ക്ക് കിട്ടുന്ന മറ്റൊരു ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയോണിയുടെ G-Buddy എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചാണ്. അതിൻ്റെ ഇച്ചിരി ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കാം, അതിൻ്റെ മെയിനായിട്ട് കാണുന്നത് അതിൻ്റെ സൈഡ് ഒക്കെ ഫ്രെയിമൊക്കെ അലുമിനിയം മെറ്റൽ ഫ്രെയിമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് പുതിയ നോയ്സ് കളർ ഫിറ്റ് നെവ് എന്ന് പറഞ്ഞൊരു മോഡൽ കൊണ്ടുവന്നു. അതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള GPS ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ റിയൽമിയുടെ വാച്ചിന് ഈ വാച്ചിനെ കഴിഞ്ഞും കുറച്ചുകൂടി ഒരു വലിപ്പം ഉള്ളതാണ്. 1.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉള്ള ഒരു വാച്ചാണത്. പിന്നെ പിക്സൽ ഡെൻസിറ്റി കൂടുതലാണ്, 360 പിക്സൽ ഡെൻസിറ്റി കൂടുതലുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ. പിന്നെ വാച്ച് ഫേസസ് കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അതിനത്രയും ലുക്ക് വരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാച്ചിൻ്റെ നമുക്ക് മറ്റുള്ള വാച്ചുകളോട്ട് കമ്പയർ ചെയ്യാവുന്നത്. ഇങ്ങനെയാണ് നോയ്സ് കളർ ഫിറ്റ് ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയി നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് മീ മിഥുൻ. ബൈ ആൻഡ് സൈനിങ് ഓഫ്. താങ്ക് യു.